നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഭാനുമ്മ മകൻ വിളിച്ചപ്പോ അത്യാവശ്യമായതുകൊണ്ട് പോയതാ. അതും ഞാൻ നിന്നെ കൂടെ വിളിച്ചോളാന്ന് പറഞ്ഞുകൊണ്ട് മാത്ര. ഇല്ലെങ്കിൽ പോയില്ലായിരുന്നു. അങ്ങനെയെങ്കിലും ചേച്ചി എന്നെ ഇങ്ങോട്ട് വിളിച്ചല്ലോ. ഞാൻ മഞ്ചാടിയും കൂട്ടി വരാന്ന് കരുതിയത്. പക്ഷെ അവൾക്ക് താല്പര്യമില്ല. കൂടുതൽ വായിട്ടലക്കേണ്ടെന്ന് ഞാനും വിചാരിച്ചു. ആ, അത് നന്നായി. അവളിപ്പോ ശരിക്കും നമ്മളിൽ നിന്നൊക്കെ വല്ലാതെ അകന്നു കഴിഞ്ഞു. പുതിയ തലമുറയിലെ പെൺകുട്ടികളുടെ ഒരു പ്രതിരൂപമായിട്ട് മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ മഞ്ചാടി. അവൾക്ക് അവളുടെ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യങ്ങളും മാത്രമേ ഉള്ളൂ. നമുക്കൊക്കെ അതൊരു പരിധി വരെ അംഗീകരിക്കാൻ പറ്റും. പക്ഷെ അച്ഛനോട് അവൾ ഇതേ ആറ്റിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ അത് വലിയ കഷ്ടമായിരിക്കും. നമ്മുടെ അച്ഛൻ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച അധ്യാപകനല്ലേ ചേരൂ. പണ്ടും തന്നിഷ്ടക്കാരും എടുത്തുചാട്ടക്കാരുമായ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യവും സൗകര്യവും കൂടിയപ്പോ ഇന്ന് മിക്ക കുട്ടികളും അതുപോലെ ആയിന്ന് മാത്രം. അച്ഛൻ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ മഞ്ചാടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കൂ. ആ, ഏതായാലും അച്ഛൻ നാളെ വരുമല്ലോ. നാളെയല്ലേ ചേച്ചി വീടിന്റെ രജിസ്ട്രേഷൻ? ആ, അതെ. നമുക്ക് ഒരുമിച്ച് രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാം. അച്ഛൻ നേരെ അങ്ങോട്ടേക്കായിരിക്കും വരുന്നത്. ഭാനുമ്മ നേരത്തെ എത്തുകയാണെങ്കിൽ വിച്ചുമോനെ ഭാനുമ്മ തന്നെ നോക്കിക്കോളും. അച്ഛന്റെ കൂടെ അമ്പിളി ചേച്ചിയും ദയയും മക്കളെയും കൊണ്ട് വരുമെന്നുള്ള ആശ്വാസത്തിലാണ് ഞാൻ. ഇത്രയും ദിവസം ഞാൻ ആർച്ചമോളെയും ഭദ്രമോളെയും വിട്ടു നിന്നത് എങ്ങനെയാന്ന് എനിക്ക് തന്നെ അറിയില്ല. എല്ലാം ശരിയാവും ചേരും. നമ്മളെല്ലാവരും കണ്ണെത്തും ദൂരത്തുണ്ടാവണം എന്നുള്ള നമ്മുടെ അച്ഛന്റെ ആഗ്രഹം ദൈവം സാധിച്ചു തരും. ആരോ വന്നല്ലോ ചേച്ചി. നീ ഇരിക്കെ, ഞാൻ നോക്കിയിട്ട് വരാം. ആ, സത്യനായിരുന്നോ? വാ സത്യ, അകത്തേക്ക് വാ. കേറി വാ. ആഹാ, സത്യേട്ടാ. ചീരുടെ ഉണ്ടായിരുന്നോ? ഞാൻ കുറച്ചു സമയം മുമ്പ് വന്നേ ഉള്ളൂ. ഇന്ന് അനുചേച്ചിക്ക് കൂട്ടായി ഭാനുമ്മയില്ല. ആ, ഭാനുമ്മയുടെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേയാ. വൈകിട്ട് ഫംഗ്ഷൻ. അങ്ങോട്ട് പോയിരിക്കാം. അതേതായാലും നന്നായി. അല്ല, വിച്ചുമനോട് അടുത്തി? അവൻ മുറിയിലുണ്ട്, കളിക്ക. ഞാൻ അവനൊന്ന് കാണട്ടെ. അതെന്ത് ചോദ്യം സത്യ, നീ കയറി ചെല്ല്. അവന് നിന്നെ കണ്ട സന്തോഷാവും. ചെല്ല്. ചേച്ചി, ഞാനേ സത്യേട്ടന് ചായ ഇടാം. അയ്യോ വിച്ചുട്ടാ, അച്ചടാ. അപ്പൊ നീ ചെറിയസിനെ മറന്നിട്ടില്ല? മോൻ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് വേണ്ടേ? ഒരു ഉമ്മന്നെ, ഒരു ഉമ്മ. മോനിപ്പോ ഓക്കെ അല്ലേ അടുത്തി? അവന്റെ അസുഖമൊക്കെ മാറിയില്ലേ? ആ, ഇപ്പൊ വിച്ചുട്ടിനൊരു കുഴപ്പമില്ല. ഇവിടെ അമ്മയും അച്ഛനും തമ്മിലുള്ള വഴക്ക് അവസാനിപ്പിച്ച അവൻ ഹാപ്പിയാ. ഒരു കണക്കിന് സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് കൂടി കരുതാടുത്തി അല്ലേ? എല്ലാം നല്ലതിനാണെന്ന് പറയാൻ കഴിയില്ലല്ലോ സത്യ. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ദോഷം ചെയ്യാൻ ഇടയുണ്ട്. അപ്പൊ എടുത്തിയെല്ലാം അറിഞ്ഞുവല്ലേ? ആ, അതെ. നീയും പ്രതിഭ എന്താ ഹണിമൂണിന് പോയിട്ട് പെട്ടെന്നിങ്ങ തിരിച്ചു വന്നേ? 2 ദിവസം കഴിഞ്ഞാണ് വന്നെങ്കിൽ നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്റെ വീട്ടിൽ ഗസ്റ്റായി വന്നത് നിനക്ക് കാണേണ്ടി വരില്ലായിരുന്നു. എല്ലാം ഒരു നിമിത്തം അടുത്തി. ട്രിപ്പ് മതിയാക്കി വന്നതിന് ഒരു കഥയുണ്ട്. എല്ലാം ഞാൻ പറയാം. മോൻ ഇവിടെ ഇരുന്ന് കളിക്കട്ടെ അല്ലേ? അവനതാ ഇഷ്ടം. ഇപ്പൊ ചോക്ലേറ്റ് കൂടെ കിട്ടിയതുകൊണ്ട് അവൻ എത്ര സമയം വേണമെങ്കിൽ അവിടെ ഇരുന്നോളും.
വിച്ചൂട്ടൻ ഇവിടെ ഇരുന്ന് കളിച്ചോ. ചെറിയസിന് അപ്പുറത്തുണ്ടാവും കേട്ടോ. പോട്ടെ. പ്രതിഭ കുറച്ചുകൂടി ഓപ്പൺ മൈൻഡുള്ള ഒരു പെൺകുട്ടിയായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ അവളുടെ തലവേദനയ്ക്ക് കാരണം ഇന്ദു എന്നെ വിളിച്ച് സംസാരിച്ചതാണെന്ന് മനസ്സിലായപ്പോ പിന്നെ ഒരു ഹണിമൂൺ ട്രിപ്പിന് പ്രസക്തിയില്ലെന്ന് തോന്നി. അല്ല, ഇന്ദുവിനെ ഞാൻ കല്യാണം കഴിക്കേണ്ടതായിരുന്നല്ലോ. അപ്പോ രാഹുലുമായി പിരിയേണ്ടി വരുമെന്ന് ഇന്ദു എന്നെ വിളിച്ചു പറഞ്ഞ ഞാൻ ഉടനെ അവളുടെ കൂടെ പോകുന്നതായിരിക്കും പ്രതിഭ ചിന്തിക്കുന്നത്. കൂടെ ജീവിക്കുന്നവരെ പോലും ചിലർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും? പ്രതിഭ ഒരു സാധാരണ വീട്ടിലെ പെൺകുട്ടിയല്ലേ സത്യ. ഇന്ദു ഈ സിറ്റുവേഷനിൽ നിന്നെ വിളിക്കുന്നത് അവളുടെ മനസ്സിന് ആശ്വാസം കിട്ടാനാണെങ്കിലും പ്രതിഭയ്ക്ക് അത് മനസ്സിലാവണമെന്നില്ല. കാരണം അവൾ ഇന്ദുവിന് പകരക്കാരിയായി നിന്റെ ജീവിതത്തിലേക്ക് വന്നവളാ. അതുകൊണ്ട് പ്രതിഭയുടെ മനസ്സിലെ ഭയം നീ തന്നെ അവളോട് സംസാരിച്ച് തിരുത്തണം സത്യ. അതെ സത്യേട്ടാ, ഇന്ദുവിന്റെ ലൈഫ് ഇത്ര പെട്ടെന്ന് തകർന്നു എന്ന് കേട്ടപ്പോ അത് ഞങ്ങൾക്ക് പോലും വല്ലാത്തൊരു ഞെട്ടല. അപ്പൊ പിന്നെ പ്രതിഭയ്ക്ക് സ്വാഭാവികമായ ഒരു ടെൻഷൻ ഉണ്ടാവും. അതിനെ അങ്ങനെ കണ്ടാ മതി. ഹർഷ കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നപ്പോ ഞാൻ പ്രതിഭയും കൊണ്ട് നേരെ ഏടത്തിന്റെ അടുത്തേക്ക് വരാന്നാ വിചാരിച്ചത്. പക്ഷേ പ്രതിഭയുടെ മൂഡ് കണ്ടപ്പോ അവളെ അവളുടെ വീട്ടിൽ കൊണ്ട് വിടുന്നതാ നല്ലതെന്ന് തോന്നി. അത് കുഴപ്പമില്ലേ സത്യ. നാളെ നീ അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നാ മതി. ഹർഷ തിരിച്ചു പോകും വരെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ നിൽക്കാം. ഇന്ന് പ്രതിഭയില്ലാതെ എനിക്കിവിടെ തങ്ങാൻ പറ്റില്ല അടുത്തി. അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ എനിക്കെന്തോ മനസ്സും വരുന്നില്ല. നീ എന്തൊക്കെ ചോദ്യങ്ങളാ സത്യയെ ചോദിക്കുന്നേ? നിനക്കിവിടെ താമസിക്കുന്നതിന് എന്താ തടസ്സം? നീ എന്റെ അനിയനാ. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നീ വീട്ടിൽ താമസിക്കാൻ നീ ആരും പേടിക്കേണ്ട കാര്യമില്ല.